നമസ്കാരം. ഗ്രാമോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചായം മാതൃകയിൽ അംഗനവാടി നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. 25 നമ്പർ അംഗനവാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം ചെയ്തു. അംഗനവാടികളെ ബാലസൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായാണ് ചായം എന്ന പദ്ധതി ഏറ്റെടുത്ത് പഞ്ചായത്ത് നടപ്പിലാക്കിയത്. ചായം പദ്ധതിയുടെ രണ്ടാം ഘട്ടമാണ് ഉദ്ഘാടനം ചെയ്തത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത് എസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് CM നിസാർ, വാർഡ് മെമ്പർ ധനീഷ് KS, ഷബീർ അലി, സന്തോഷ് പണിക്കശ്ശേരി, മഞ്ജുലാൽ, പദ്ധതിയുടെ നിർവഹണ ഉദ്യോഗസ്ഥ ICDS സൂപ്പർവൈസർ വൈദേഹി KR എന്നിവർ സംസാരിച്ചു. ഈ വർഷത്തെ ആദ്യഘട്ടം എന്ന നിലയിൽ 6 അംഗനവാടികൾ പണി പൂർത്തിയാക്കിയതിന്റെ ഉദ്ഘാടനമാണ് നടത്തിയത്. 10 ലക്ഷം തുകയാണ് പദ്ധതിക്ക് വേണ്ടി ചിലവാക്കിയിട്ടുള്ളത്. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന പ്രധാനാധ്യാപിക ജെസ്സി EA, സീനിയർ അസിസ്റ്റന്റ് V ഇന്ദിര എന്നിവർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും നടത്തി. ചൊവ്വാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. 24 വർഷം പിന്നിട്ടിരിക്കുന്ന ഈ വേളയിൽ ഇന്ന് റിട്ടയർ ചെയ്ത് പിരിയുന്ന ടീച്ചർമാർ പോലെ തന്നെ ഇതിനു മുന്നിൽ ധാരാളം അധ്യാപകന്മാർ ഇവിടെ വിരമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇവിടെ ഈ സ്കൂൾ ആരംഭിച്ച് നാളിതുവരെ നടന്ന നിരവധിയായ പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ ശ്രേണികളിൽ ഉയർന്ന തലപ്പത്ത് ഉദ്യോഗസ്ഥാനത്തൊക്കെ പ്രവർത്തിച്ചു വരുന്നവരുണ്ട്. അതിൽ നിന്ന് വിരമിച്ചവരുണ്ട്. അപ്പോൾ ഒരു 134 വർഷം ഒരു സർക്കാർ സ്കൂൾ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിന്നുകൊണ്ട് നല്ല പോലെ അതിൻ്റെ പ്രവർത്തനങ്ങൾ പാഠ്യ വിഷയങ്ങളായാലും പാഠ്യേതര വിഷയങ്ങളായാലും നല്ല പോലെ ആ മേഖലയിൽ മികവ് പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഉപഹാര സമർപ്പണവും നടന്നു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് KS അജിത് കുമാർ ആമുഖ പ്രസംഗം നടത്തി. ഷീജ സദാനന്ദൻ, സീന അനിൽകുമാർ, രഹന പ്രജു, ചേർപ്പ് AEO AV സുനിൽകുമാർ, പ്രധാനാധ്യാപിക ശ്രീദേവി, ഡോക്ടർ ഉമാദേവി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് VK പ്രദീപ് കുമാർ, ബാബു വിജയകുമാർ, PTA വൈസ് പ്രസിഡന്റ് സുനിത ജയരാജ്, ബിന്ദു പേരത്ത് എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന EA ജെസ്സി, V ഇന്ദിര എന്നിവർ മറുപടി പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. വലപ്പാട് തായങ്കോട്ട ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനോത്സവം നടന്നു. കുമ്പത്തിലെ ഉത്രനാളിൽ നടത്തിവരുന്ന പ്രതിഷ്ഠാദിന ചടങ്ങുകൾ ഞായർ തിങ്കൾ ദിവസങ്ങളിലായി കാവനാട് രാമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടന്നത്. ക്ഷേത്ര ശ്രീകോവിൽ കരിങ്കൽപ്പള്ളി വിരിക്കുന്നതിനായി ബാലാലയത്തിൽ മാറ്റി പ്രതിഷ്ഠിച്ചിരുന്ന ചൈതന്യങ്ങളെ കലശപൂജയോടെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുന്നതും ഇത്തവണത്തെ മുഖ്യ ചടങ്ങായിരുന്നു. ഭഗവത് സേവ, പ്രതിഷ്ഠാദിനത്തിൽ രാവിലെ ഗണപതി ഹോമം, പ്രസാദഊട്ട് എന്നിവയും നടന്നു. വൈകിട്ട് നിറമാല, വർണ്ണമഴ എന്നിവയും ഉണ്ടായിരുന്നു. നമന്ത്രോ നൗഷധം ദത്താ നകിഞ്ചിത വിവിദ്യതേ വിനാ ജാപ്യേന സിദ്ധ്യേത സർവമുച്ചാടനാധികം സമസ്യാണ്യഭ്യസിദ്ധ്യന്തി ശോകശംഗാമിമാംബര കൃത്വാ നിയന്ത്രയാമാസ സർവമേവമിദം ശുഭം സ്തോത്രം വൈ ചണ്ഡികായസ്തു തच्च ഗുഹ്യം ചകാരസ സമാപ്തിർന പുണ്യസ്യ ഭവ്യതാ വന്ദിനഗൃണാം സോഭിക്ഷേമവാപ്നോതി സർവമേവ ന സംശയ കൃഷ്ണായ പദകൃതയ. പുത്തൻപീടിക കുറുവത്ത് ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ഉത്സവം ആഘോഷിച്ചു. രാവിലെ മുതൽ ഗണപതി ഹോമം, ഉഷപൂജ, കലശാഭിഷേകം, നവകം, പഞ്ചഗവ്യം, ശീവേലി, പറനിറയ്ക്കൽ എന്നിവ നടന്നു. ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, വൈകിട്ട് എഴുന്നള്ളിപ്പ് എന്നിവയും നടത്തി. നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ തിടമ്പേറ്റി. മേളത്തിന് പഴുവിൽ രഘുമാരാർ പ്രാമാണ്യം വഹിച്ചു. സന്ധ്യയ്ക്ക് ദീപാരാധന, വർണ്ണമഴ, തായമ്പക, ഗുരുതി സമർപ്പണം, മംഗളപൂജ എന്നിവയും നടത്തി. താന്ത്രിക പൂജകൾക്ക് ഡോക്ടർ കാര്യമാത്ര വിജയൻ ശാന്തി, ശ്രുതിഷ് ശാന്തി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഭാരവാഹികളായ KK ചന്ദ്രൻ, KK തിലകരാജൻ, KK സുബ്രഹ്മണ്യൻ, സന്തോഷ് KS, KG സ്മിഘോഷ് എന്നിവർ നേതൃത്വം നൽകി.
വാണിജ്യം. തളിക്കുളം ഷജ് ഇന്നോവേഷൻസ് എന്ന കമ്പനി നൂതന ആശയങ്ങളോടെ വികസിപ്പിച്ചെടുത്ത നിരവധി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ആദായ വിൽപ്പനയും ആരംഭിച്ചു. വാടനപ്പള്ളി മുക്രിയത്ത് ഓഡിറ്റോറിയത്തിൽ ഈ മാസം 22 മുതൽ 29 വരെ നറുക്കെടുപ്പിലൂടെ വിജയികളാകുന്നവർക്ക് അവർ വാങ്ങിയ ഉൽപ്പന്നം സൗജന്യമായി നൽകുന്നുണ്ട്. തളിക്കുളം സ്നേഹതീരം ഷാജ് ഇന്നോവേഷൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് ഞങ്ങളിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രീ അസംബിൾഡ് കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നമ്മളിതിൽ സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രീ അസംബിൾഡ് എന്ന് പറയുന്നത് ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും ആ പ്രോഡക്റ്റ് ഈസിലി മൊബിലിറ്റി, അതായത് നമുക്ക് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഞങ്ങളുടെ ഇപ്പോൾ ഗ്യാസ് ക്യാബിനാണെങ്കിൽ പോലും നമുക്കൊരു ആക്റ്റീവ പോലത്തെ ഒരു സ്കൂട്ടറുമ്പോൾ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. അവർക്ക് തന്നെ സിമ്പിളായിട്ട് അസംബിൾ ചെയ്യാനും പറ്റും. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം, പ്രീ അസംബിൾഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഷയം, നമ്മൾ പല ഉൽപ്പന്നങ്ങളിലും നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിലവിലുള്ള ഉൽപ്പന്നങ്ങളിലെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് അത് ഫുൾഫില്ല് ചെയ്തിട്ടാണ് ഞങ്ങൾ പ്രോഡക്റ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ട് ഞങ്ങൾ വെള്ളത്തിൻ്റെ ഒരു ഡിസ്പെൻസർ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇന്ന് വെള്ളത്തിൻ്റെ ക്യാന് ഉയർത്തി തലകീഴായി മറിച്ച് കുത്തുന്നതിന് പകരം ഫ്ലോറിൽ തന്നെ ക്യാൻ വെച്ചിട്ട് നമ്മൾ നിൽക്കുന്ന ഹൈറ്റിലേക്ക് വെള്ളത്തിന് നമ്മൾ റേസ് ചെയ്തിട്ട് കപ്പിലേക്ക് പകർന്നെടുക്കാവുന്ന ഒരു സംവിധാനമാണ് ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് ജനങ്ങൾ നോക്കിക്കാണുന്ന ഞങ്ങളുടെ ഒരു ഉൽപ്പന്നം. നമ്മളുടെ ഈ എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമർക്കും ഞങ്ങൾക്ക് ഒരു നറുക്കെടുപ്പിൽ അവരെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വാങ്ങിക്കുന്ന ഉൽപ്പന്നം ഏതാണോ അത് നമുക്ക് ആ കസ്റ്റമർക്ക് നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു പദ്ധതിയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവിധയിനം ഔട്ട്ഡോർ ഗ്യാസ് ക്യാബിനറ്റുകൾ, ഗുഡ്സ് ട്രോളി, സ്കൂൾ ബെഞ്ച്, ഡെസ്ക്, ഇൻഡോർ അലക്കുകല്ല്, വാൾ മൗണ്ട് അയൽ, ചിരവയോടൊപ്പം ഇടിയപ്പം ഹോൾഡർ, റെസ്റ്റോറൻറ്റ് ടേബിൾ ഫ്രെയിം, വെള്ളത്തിൻ്റെ ക്യാൻ ഉയർത്താതെയും തലകീഴായി മറിയാതെയും ഉപയോഗിക്കാവുന്ന വാട്ടർ ഡിസ്പെൻസർ, നാടൻ ചാരുകസേര എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഇവിടെയുള്ളത്. കമ്പനിയുടെ അടുത്ത പ്രദർശനം ചാവക്കാട് തുടക്കം കുറിക്കും. കൂടുതൽ വിവരങ്ങൾക്കും ഓർഡറുകൾക്കും 91 88 08 0149, 98 95 54 65 66 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. അത് ഗ്യാസ് ട്രോളി എന്ന് പറയുന്നത് നമ്മൾ ഗ്യാസ് ട്രോളി എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഡെസ്പാച്ച് ചെയ്യാതെ നമുക്ക് കൈയെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലുള്ള ട്രോളികളാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഞങ്ങളുടെ ട്രോളിനെ സംബന്ധിച്ച് നമുക്കത് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈവിട്ട് പോവാം, കട്ടളപ്പടി ഈസി ആയിട്ട് കടത്താൻ പറ്റും. അതേ ട്രോളിയിൽ തന്നെ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗുഡ്സ് ട്രോളി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ ട്രോളിയുടെ പ്രത്യേകത. ഗ്യാസ് ക്യാബിന് ഞങ്ങളിൽ ഓൾമോസ്റ്റ് 5 വേരിയൻ്റ് ഉണ്ട്. ഈ 5 വേരിയൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല ആവശ്യങ്ങളും പല ആളുകളും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്രയും വേരിയൻറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡോറിൽ ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ട് അടയ്ക്കുമ്പോൾ ഉള്ളിലോട്ട് പോകുന്ന മെത്തേഡാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. അതുകൂടാതെ നമ്മുടെ തറയുടെ പാതകത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിരിക്കുന്ന മോഡലുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് ലോഡ് ചെയ്യാനും ഓഫ് ലോഡ് ചെയ്യാനും പറ്റും. അധികം ഹൈറ്റിലേക്ക് നമുക്ക് പ്രോഡക്റ്റ് ഉയർത്താതെ നമുക്ക് ഈസിയായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സ്കൂളുകൾക്കുള്ള ഡെസ്ക്, ബെഞ്ച് എല്ലാം തന്നെ നമുക്ക് പ്രീ അസംബിൾഡ് ആണ്. റെസ്റ്റോറൻറ്റ് ടേബിൾ ഫ്രെയിം, ഒരു ചിരവ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ചിരവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരവ പ്ലസ് നമ്മളതിലൊരു ഇടിയപ്പത്തിൻ്റെ ഹോൾഡറും കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ ഇത് 3ഉം കൂടെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു സ്റ്റൂളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത്തരം രീതിയിലുള്ള സാധനങ്ങളാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിംഗിൾ സിലിണ്ടർ വെക്കുന്ന ഗ്യാസ് ക്യാബിനുണ്ട്. അധികം മുതൽ മുടക്കില്ലാത്ത രീതിയിൽ സിംഗിൾ സിലിണ്ടറാണ് നിങ്ങൾക്ക് വെക്കുന്നതെങ്കിൽ ആ ഗ്യാസ് സിലിണ്ടർ ഉണ്ട്. അതുകൂടാതെ ചുമരുമ അൺലിമിറ്റഡ് ആയിട്ട് ഡിസ്റ്റൻസിൽ വെക്കാവുന്ന അഴയ്ക്ക. ഏതൊരു അഴയ്ക്ക നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാലും അതിന് ലിമിറ്റ് ഉണ്ടാവും. സപ്പോസ് ഒരു 3 ഫീറ്റോ 4 ഫീറ്റോ ആയിരിക്കും അതിൻ്റെ വിഡ്ത്ത്. പക്ഷേ നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത നിങ്ങളുടെ ചുമരിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അഴയ്ക്ക ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതോടെ ഉച്ചവാർത്തകൾ അവസാനിച്ചു. നമസ്കാരം.